ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പേര് മഴയത്ത് നമ്മൾ എങ്ങോട്ടാന്നല്ലേ? അതെ, കഴക്കൂട്ടത്തുള്ള ഗോകുലം ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു, പിന്നെ ചെറുതായിട്ടൊന്ന് കളർ ചെയ്യണമായിരുന്നു, പിന്നെ ഒരു കുഞ്ഞ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു, പിന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനാണ് കഴക്കൂട്ടത്തുള്ള ഗോകുലം ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ തന്നെ പോയതെന്ന് കേട്ടാൽ, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും ഞാനിതുപോലെ അവിടെ വെച്ച് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ പർപ്പസ്ഫുള്ളി പോയതല്ല, യാദൃച്ഛികമായിട്ട് അവിടെ വേറൊരു ആവശ്യത്തിന് പോയതാണ്. അതായത് ഇൻസ്റ്റയിൽ കണ്ടിട്ട് എനിക്കൊരു മാല ഇഷ്ടപ്പെട്ടിട്ട് റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, ഒരു കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഹെയർ കളറിൻ്റെ പാക്കേജൊക്കെ ചോദിച്ചപ്പോൾ മറ്റ് പാർലറിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടി നല്ല പാക്കേജായിട്ട് എനിക്ക് തോന്നി. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ലാഭമാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷങ്ങൾക്കിപ്പുറം എനിക്ക് ഒന്നും കൂടെ ഹെയർ കളർ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാവയ്ക്ക് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുഞ്ഞാവയ്ക്ക് 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കഴക്കൂട്ടത്തേക്ക് വെച്ച് പിടിച്ചു. അവിടെ എനിക്ക് ഈ പറഞ്ഞ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് എനിക്ക് അന്നും ചെയ്തത്. എനിക്ക് അവരുടെ ആ ഒരു അപ്രോച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെന്നിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്ത ശേഷം ഞാൻ ലെയർ കട്ടാണ് പറഞ്ഞത്, ലെയറായിട്ട് കട്ട് ചെയ്തു. ഞാൻ ചൂസ് ചെയ്തത് ബുൾഗണ്ടി കളറാണ്. അത് തന്നെയാണ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ കളറാണ് കുറച്ചുകൂടെ, അതായത് ഇത്തിരി ഫെയ്ഡായി പോയാലും കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു. 6 മണി തൊട്ട് 8 മണി, 2 മണിക്കൂർ കൊണ്ട് ഹെയർ കട്ടിങ്, കളറിങ്, കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഹെയർ കളർ ചെയ്യുന്ന സമയത്തൊക്കെ കുഞ്ഞാവയും കൊണ്ട് ചിന്തുചേട്ടൻ വെളിയിൽ കൂളായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞാവ് വലിയ സീനൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഹെയർ കളറും കഴിഞ്ഞ് ഒന്നുകൂടെ ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് വേറൊരു ലേഡിയാണ് കേട്ടോ. ഇവരും സൂപ്പറായിട്ട് ചെയ്തു തന്നു. ഇവരുടെയൊക്കെ കൈയിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര സോഫ്റ്റ്നെസ്സാണ്. നമ്മൾ ഉറങ്ങിപ്പോയില്ലെങ്കിൽ അതിശയമുള്ളൂ, അത്രയും നല്ല രസമുണ്ടായിരുന്നു ആ മസാജിങ്. ഞാൻ ഇങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴത്തേക്കും ഈ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ മസാജിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നല്ല ഉറക്കത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് കുഞ്ഞാവ ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങി. അവന് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാജിങ് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുഞ്ഞാവെ എടുത്തുകൊണ്ട് അകത്ത് പോയിട്ട് ഫീഡൊക്കെ ചെയ്തിട്ട് പിന്നെ വീണ്ടും അവനെ കൊണ്ട് കൊടുത്തു. അവൻ ഉറങ്ങി വന്നതായിരുന്നു, പക്ഷേ ഞാൻ പുറത്തേക്ക് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് വീണ്ടും ഉണർന്നു. പിന്നെ ചിന്തിച്ചിട്ട് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് ഹെയർ വീണ്ടും വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു. പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് പിരിയും കൂടെ ത്രെഡ് ചെയ്യണമുണ്ടായിരുന്നു, അപ്പോൾ ത്രെഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.